ഹലോ ഗൈസ്, യൂണിവേഴ്സിറ്റി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ ബോറടിച്ച് എന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദാണ്ടട പോകേണ്ട ജനലിൽ കൂടി ഒരു പട്ടി. വെറും പട്ടിയല്ല ഗൈസ്, റോബോട്ട് പട്ടി. ഈ എൻ്റെ മോൻ ഏതാ ലെവല്. ഇതിനെ കണ്ടതിന് പിന്നെ എനിക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ല. ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞത് ഇപ്പം ഉള്ളിട്ട് വരാമെന്ന് പറഞ്ഞു. നേരെ അവിടെ നിന്ന് കാടി ഇത് ഇനി എവിടെ പോയി കണ്ടുപിടിക്കും നോക്കിയപ്പോൾ ദാണ്ടട നിൽക്കണ്ട അവിടെ പട്ടി ഷോയും കാണിച്ചു. പട്ടി ഷോ എന്ന വാക്കിന് ഇപ്പോഴാണ് കറക്റ്റ് അർത്ഥം കിട്ടിയ പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും എല്ലാവരും നമുക്ക് ഷോ കാണിക്കുന്ന നോക്കി ഇതിന് മാസ്മരികമായ പ്രകടനം കണ്ട് കുറേ പേര് അവിടെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നത്. എന്തായാലും ചാടിക്കളി, നമ്മുടെ നാട്ടിലെ പട്ടി ചാടിക്കളിക്കും മറിഞ്ഞു കളിക്കും, പക്ഷേ റോബോട്ട് പട്ടി ചാടിക്കളിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മളെ ശരിക്കുമുള്ള പട്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇമാരി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കണ്ടു നിന്ന് എല്ലാ പ്രഷറോടും അവൻ കൈപൊക്കി കാണിച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇവനാണ് യൂണിട്രിയുടെ ഗോ ടു റോബോട്ടോ. ഞാൻ ആദ്യം ആലോചിച്ചത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കാട്ടണം. അങ്ങനെയല്ല ഗൈസ്, അവിടെ ഒരുത്തോൻ്റെ ഇരുന്നില്ല അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ടോ. അവനവിടെ എന്ത് ചെയ്യുന്നു അതെല്ലാം അവിടെ ഇരുന്ന് ആ പട്ടിയും ചെയ്യും. സോറി റോബോട്ട് ഡോഗ്. എന്തായാലും അവൻ അവിടെ നിന്ന് ഹാർട്ട് വരയ്ക്കാൻ പറഞ്ഞില്ല, അവനവിടെ ഹാർട്ടും വരയ്ക്കും. അവനോട് ഇരുന്ന് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുക്ക് വരാൻ ചെയ്യും. അമ്മാതിരൂരായിട്ട് അവനോട് കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴാണ് ഇതിന് ഏകദേശം 2.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് വിലയുണ്ട് കേട്ടോ ഗൈസ്. ചുമ്മാ കാരണം നമ്മുടെ നാട്ടിലെ പട്ടീൻ്റെ വിലയൊന്നും അല്ല. എന്തായാലും ഐറ്റം. അപ്പോൾ അവന് കുറച്ച് ഷോ ഒക്കെ കാണിക്കാം. ഏത് ഇവനെ നോക്കിയിരുന്ന എൻ്റെ ക്ലാസ്സിലെ കാര്യം അവിടെ ഗുദാഹവേ. അപ്പോൾ ഞാനങ്ങ് ചെല്ലട്ടെ ഗൈസ്, മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.